ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ന- ഇന്ന് നല്ലൊരു ടേസ്റ്റി സ്നാക്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. 4 മണി ചായയുടെ കൂടെയോ അല്ലെങ്കിൽ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി സ്നാക്സ് ആണ് കേട്ടോ. അത് നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങളെ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടവും. നമുക്ക് മുട്ടയൊക്കെ ഓംലെറ്റൊക്കെ ഉണ്ടാക്കി കഴിക്കില്ലേ, ആ മുട്ടയുടെ ഓംലെറ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതപ്പോൾ എങ്ങനെയാണ് ഈ സ്നാക്സ് ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം ടൈപ്പ് ഉരുളക്കിഴങ്ങ് എടുത്ത് നല്ലപോലെ തൊലി കളഞ്ഞ് കഴുകി ഗ്രേറ്റ് ചെയ്തു കേട്ടോ. ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തു. അതിനുശേഷം നല്ലപോലെ ഒന്ന് കഴുകി, വെള്ളത്തിലിട്ട് കഴുകി ഞാനതൊന്ന് പിഴിഞ്ഞെടുത്തു കേട്ടോ. അത് പിഴിഞ്ഞൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ഒരു 100 ഗ്രാം, ഒരു കപ്പ് കടലമാവാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഒരു കപ്പ് കടലമാവ് ഇട്ട് കൊടുത്തു. അതിനുശേഷം വീണ്ടും ഒരു കപ്പ് ഗോതമ്പ് പൊടി, നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടി. ഒരു കപ്പ് കടലമാവ് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം അര കപ്പ് റവയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അര കപ്പ് റവയും കൂടിയും ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ഒരു മീഡിയം ടൈപ്പ് സവോള ചെറുതായി അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുത്തു. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, മല്ലിയില അരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. എല്ലാം ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലക്സും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കളറും കിട്ടും, ചെറിയതായിട്ട് ഒരു എരിവും കിട്ടും. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യട്ടോ. ഒരു ടീസ്പൂണിൻ്റെ നല്ലപോലെ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം അതിലേക്ക് മോര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു അര കപ്പ് മോരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ തൈരായാലും കുഴപ്പമില്ല. തൈര് കുറച്ച് 2 സ്പൂണ് 4 സ്പൂണ് തൈര് ഒഴിച്ച് അതിൽ കൂടെ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്താൽ മതി. അപ്പം ഞാൻ മോരാണ് ഒഴിച്ചു കൊടുത്തത്. ഒരു കുറച്ച് പുളിയുള്ള മോരാണ്. ആ മോരും കൂടി ഒഴിച്ചു കൊടുത്തു. ബാക്കി പോരാത്തത് നമ്മൾ വെള്ളം കൂടി ഒഴിച്ച് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. എല്ലാം നല്ലപോലെ ഈ പാകത്തിന് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഒരു ഇഡ്ഡലി മാവിനേലും കുറച്ചും കൂടി ടൈറ്റാണ് കേട്ടോ. അതേ പാകത്തിന് നല്ലപോലെ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണ്, ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഒരു സ്പൂണ് വെള്ളം കൂടി ഒഴിച്ച് വീണ്ടും ഒന്ന് ആക്റ്റീവ് ആവാനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചു. ചൂടായപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ആ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ആ പാൻ ഒന്ന് ചുറ്റിച്ച് കൊടുത്തു കേട്ടോ. എല്ലാ ദിക്കിലും ഓയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തത്. അതിനുശേഷം അതിലേക്ക് ഒരു സ്പൂൺ വെളുത്ത എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെളുത്ത എള്ള് ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ വിതറി കൊടുത്തു. അതിനുശേഷം ആ എള്ളൊന്ന് ഇളക്കി ഒന്ന് ചുവന്ന് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരുന്ന മാവ് കുറേശ്ശെ ഇങ്ങനെ ഒരു ടീസ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. കലക്കി വെച്ചിരുന്ന മാവ് എല്ലാം ഇങ്ങനെ ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കുറേശ്ശെ കേട്ടോ. എല്ലാം മാവ് മുഴുവനും ഞാനിങ്ങനെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് പരത്തി കേട്ടോ. നല്ലപോലെ ഒന്ന് പരത്തി. അതിനുശേഷം ഒരു അടപ്പെടുത്ത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. 10 മിനിറ്റ് വേവിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടപ്പ് തുറന്നപ്പോൾ അടിഭാഗം നല്ലപോലെ വെന്തു കേട്ടോ. നല്ലപോലെ ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ പൊളച്ച് വന്നു. അതിനുശേഷം പാത്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് കിട്ടി കേട്ടോ. നല്ലൊരു ടേസ്റ്റി സ്നാക്സാണ് കേട്ടോ. അതിനുശേഷം അത് നമുക്ക് ഒന്ന് മറിച്ചിടാം കേട്ടോ. ഒരു ചട്ടുകം കൊണ്ട് നമ്മളിങ്ങനെ മറിച്ചിട്ടാണ്. പൊട്ടാണ്ട് ഇങ്ങനെ മറിച്ചിട്ടു. മറിച്ചിട്ട് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് അടച്ചു വെച്ച് വീണ്ടും അടിഭാഗം ഒന്നും കൂടി വേവിച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് വീണ്ടും ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്.
നല്ലൊരു ടേസ്റ്റി സ്നാക്സാണ് കേട്ടോ. വീണ്ടും അടച്ചു വെച്ച് 5-10 മിനിറ്റ് വീണ്ടും അടിഭാഗം കൂടി വേവിച്ചെടുത്തു. അതിനുശേഷം അതൊരു പ്ലേറ്റിലേക്ക് പകർത്തി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.